പെട്രോളിലോ ഡീസലിലോ വെള്ളം കലർന്നാൽ എഞ്ചിൻ പണിമുടക്കുമെന്നാണല്ലോ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ധനത്തിൽ വെള്ളം ചേർത്ത് 10% വരെ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വെറുമൊരു തമാശയല്ല. ഇന്ത്യയുടെ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ പോകുന്ന വിപ്ലവകരമായൊരു സാങ്കേതിക വിദ്യയാണിത്. എന്താണ് ഈ വെള്ളവിദ്യ? ഇതിനു പിന്നിലെ ശാസ്ത്രം എന്താണ്? നോക്കാം. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളി ഇന്ധന ഇറക്കുമതിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ 88% വിദേശത്തു നിന്ന് വരുന്നതാണ്. ആഗോള വിപണിയിൽ എണ്ണവില കൂടുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുകയും വിലക്കയറ്റമുണ്ടാകുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് മൊണാക്കോ ആസ്ഥാനമായ ഫോവേ എന്ന കമ്പനി ഒരു പുതിയ പരിഹാരവുമായി വരുന്നത്. ഇതിനെ കാവിടെക് എന്നാണ് വിളിക്കുന്നത്. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല, ശാസ്ത്രീയമായി തെളിയിച്ച കാര്യമാണ്. പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ധനത്തിനുള്ളിൽ അതിസൂക്ഷ്മമായ ജലകണികകൾ മിക്സ് ചെയ്യുന്നു. ഇതിനെ ഫ്യൂവൽ എമൽഷൻ എന്നു വിളിക്കാം. ഇത് എഞ്ചിനുള്ളിൽ കത്തുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. ഇന്ധനത്തിനുള്ളിലെ ഈ കൊച്ചു ജലതുള്ളികൾ അതിവേഗം ചൂടായി പൊട്ടിത്തെറിക്കും. ഇതിനെ മൈക്രോ എക്സ്പ്ലോഷൻസ് എന്ന് വിളിക്കുന്നു. ഈ ചെറിയ പൊട്ടിത്തെറികൾ ഇന്ധനത്തെ അതിസൂക്ഷ്മമായ കണികകളാക്കി മാറ്റുകയും അത് പൂർണ്ണമായും കത്താൻ സഹായിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് നമുക്ക് 3 വലിയ ലാഭങ്ങളാണുള്ളത്. 1. 10% ഇന്ധനം ലാഭിക്കാം. ഇന്ധനം പാഴാകാതെ പൂർണ്ണമായും കത്തുന്നതുകൊണ്ട് കുറഞ്ഞ എണ്ണയിൽ കൂടുതൽ ദൂരം ഓടാം. 2. എഞ്ചിനിൽ മാറ്റങ്ങൾ വേണ്ടാതെ തന്നെ ഈ ഇന്ധനം ഉപയോഗിക്കാം. കാറുകളുടെയോ വലിയ ഫാക്ടറി എഞ്ചിനുകളുടെയോ ഡിസൈനിൽ മാറ്റം വരുത്താതെ തന്നെ ഈ ഇന്ധനം ഉപയോഗിക്കാം. 3. മലിനീകരണം കുറയും. പുകയിലൂടെ പുറത്തുവരുന്ന വിഷവാതകങ്ങൾ 30 മുതൽ 40% വരെ കുറയ്ക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. ഇതൊക്കെ വെറും വാക്കുകളല്ല. ഇന്ത്യയിലെ പ്രമുഖ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, BPCL എന്നിവർ ഇതിനോടകം തന്നെ പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ഹാൽദിയ, മധുര റിഫൈനറികളിലും വലിയ സ്റ്റീൽ പ്ലാന്റുകളിലും ഇത് വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഷിപ്പിംഗ് മേഖലയിലും താപനിലയങ്ങളിലും ഇത് നടപ്പിലാക്കിയാൽ ഇന്ത്യക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാൻ സാധിക്കും. ഇന്ധനത്തിൽ വെള്ളം ചേർത്ത് ലാഭമുണ്ടാക്കുന്ന ഈ വിദ്യ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ സഹായിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.